എല്ലാവർക്കും നമസ്കാരം. ലിബീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സ്വീറ്റാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ക്യാരറ്റ് ഹൽവയാണ്. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതിനു മുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ക്യാരറ്റ് ഹൽവയ്ക്ക് വേണ്ടി ഒരു 4 ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 കിലോയാണ്. ഏറ്റവും ചെറുതായിട്ടാണ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വഴന്ന് കിട്ടും. അപ്പോൾ ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഏകദേശം 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുക. അപ്പോൾ ഈ ഹൽവയ്ക്കൊക്കെ ടേസ്റ്റ് കൂടുന്നതിന് മെയിൻ ഒരു ഫാക്ടറാണ് നെയ്യ്. അതിലോട്ട് നമുക്ക് ക്യാരറ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കാരണം ഇതിൻ്റെ ജലാംശം മുഴുവൻ ഒന്ന് വറ്റുന്നിടം വരെ ഈ ക്യാരറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് വഴന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറി അതിലെ വെള്ളം എല്ലാം വറ്റി കഴിയുമ്പോഴത്തേക്കിന് നമുക്കിതിനകത്തോട്ട് പാലും പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന 1/2 കിലോ ക്യാരറ്റ് ആയതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് 250 ഗ്രാം പാല്. പിന്നെ നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഏകദേശം 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് അത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഒരു മീഡിയം പഞ്ചസാര വേണം, എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ചേർത്തിട്ട് ഈ ഒരു പാല് വറ്റിച്ചെടുക്കണം. നമുക്ക് നന്നായിട്ട് കുറുകി എല്ലാം പഞ്ചസാരയും ഏലക്കപ്പൊടിയും പാലും എല്ലാം ഈ ക്യാരറ്റിൽ അബ്സോർബ് ചെയ്ത് കറക്റ്റ് വറ്റി വരുമ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡിയാവും. ഇതിലോട്ട് ഞാൻ കുറച്ച് ബദാമും കൂടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇടുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഇടുക, അല്ലെങ്കിൽ കാഷ്യൂനട്ടോ മുന്തിരിയോ ഉണക്കമുന്തിരിയോ ഒക്കെ ആയാലും മതി. ഇപ്പം ക്യാരറ്റിലെ പാലെല്ലാം വറ്റി നല്ലൊരു ക്യാരറ്റ് ഹൽവയുടെ ടെക്സ്ചർ ആയിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ടേസ്റ്റാണ്. അപ്പം അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കങ്ങ് തീ ഓഫ് ചെയ്യാം. അപ്പോൾ തീയൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിനകത്തോട്ട് 2-3 കഷ്ണം കാഷ്യൂനട്ട് കൂടെ ചേർക്കുന്നുണ്ട്. നമുക്കിത് തണുത്തതിന് ശേഷമോ അല്ലെങ്കിൽ ചൂടോട് തന്നെയൊക്കെ യൂസ് ചെയ്യാം. തണുത്തതിന് ശേഷം കഴിക്കുമ്പോഴാണ് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹൽവയൊക്കെ റെഡി ആയിട്ടിരിക്കുവാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ക്യാരറ്റ് ഹൽവ നമ്മൾ ചൂടോടുകൂടിയോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചോ കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. പിന്നെ ഐസ്ക്രീമിൻ്റെ കൂടെയൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇതേ കണക്കത്തുള്ള അടിപൊളി റെസിപ്പിയായിട്ട് ഇനി വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടിട്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പോൾ കിട്ടുന്നതായിരിക്കും. അപ്പം അടുത്തൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.